നിലവിൽ ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം. ഏതാണ്ട് 150 കോടിയിൽ പരം ജനങ്ങളാണ് നിലവിൽ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് 19ാമതായി നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് നിലവിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ 150 കോടിയോളം വരുന്ന ജനങ്ങളിൽ നിന്നും ഈ രാജ്യത്തിന്റെ പരമാധികാര സഭയായ പാർലമെന്റിലേക്ക് 543 ലോക്സഭ അംഗങ്ങളെ തെരഞ്ഞെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അത് ഈ മാസം 19ാം തീയതി തുടങ്ങി ജൂൺ മാസം 4ാം തീയതിയോടുകൂടി അവസാനിക്കും. നമ്മുടെ രാജ്യം ഇത്രയും കാലം ഭരിച്ച ഓരോ വിഭാഗങ്ങളും അഥവാ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വവും തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തങ്ങൾക്ക് അധികാരം ലഭിച്ച ഈ 5 വർഷക്കാലം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണ് ജനാധിപത്യത്തിൽ അതിന്റെ പരമാധികാരികളായ ജനങ്ങളുടെ മുമ്പിൽ നിന്നും തങ്ങളെ പ്രതിനിധികളാക്കി തിരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതം കണ്ടതിൽ ഏറ്റവും മോശമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി തീർന്നപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും നടപടിക്രമങ്ങളും നടത്തേണ്ടത് ഭരണഘടന പ്രകാരമാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് നമുക്കൊരു ഭരണഘടന ഉണ്ടായി. അതിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, കാര്യങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ അർത്ഥത്തിലും അപ്പോഴാണ് ജനാധിപത്യം ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത്. തീർച്ചയായിട്ടും ഈ 150 കോടിയോളം വരുന്ന ജനങ്ങളെ അവർക്ക് എല്ലാവർക്കും കൂടി ഭരിക്കാൻ കഴിയില്ല. അവരെല്ലാവരും തന്നെയാണ്, ഓരോ വ്യക്തിയും തന്നെയാണ് ഇവിടുത്തെ പരമാധികാരിയെങ്കിലും അവർക്ക് എല്ലാവർക്കും കൂടി ഭരിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് ഏതാണ്ട് ശരാശരി 20 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ഒരു പ്രതിനിധി എന്ന രൂപത്തിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പില് ഓരോ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ ഭരണം നടത്തുന്ന NDA സർക്കാരിന് എന്തുകൊണ്ടാണ് തങ്ങളുടെ ഈ കാലം അത്രയും തങ്ങൾ പ്രവർത്തിച്ച അഥവാ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള നന്മകൾ പറഞ്ഞുകൊണ്ട് വോട്ട് നേടാൻ പറ്റാത്തത്? തീർച്ചയായിട്ടും അവർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും പ്രവർത്തിച്ചില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എന്നാൽ നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തില് ഡൽഹിയിൽ വന്ന സർക്കാരുകൾ 70 സീറ്റിൽ ഏതാണ്ട് 90% സീറ്റിൽ നേടിക്കൊണ്ട് തന്നെയാണ് അവിടെ ഭരണ തുടർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന് കാരണം? കാരണം മറ്റൊന്നുമല്ല, ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ള വിദ്യാഭ്യാസം, അതെ, അരവിന്ദ് കെജ്രിവാൾ സർക്കാർ ഏറ്റവും അധികം ഊന്നൽ നൽകിയത് സകല ജനങ്ങൾക്കും ഏറ്റവും നല്ല രീതിക്കുള്ള, ഇന്ന് ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാക്കണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ ഓരോ മനുഷ്യനും ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള, യാത്ര ചെയ്യുവാനുള്ള അവകാശമുണ്ട്. അത് തീർച്ചയായിട്ടും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ തന്നെ നിർവഹിക്കാനും സാധിക്കണം. അതൊരു ജനാധിപത്യ രാജ്യത്തിന്റെ ആ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുകമ്പയാണ് അഥവാ അനുഗ്രഹമാണ്. അതിനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. തീർച്ചയായിട്ടും കേജ്രിവാൾ സർക്കാർ അങ്ങനെ തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം, നിത്യജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് വൈദ്യുതി. ഇന്ന് വൈദ്യുതി ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല.
അപ്പൊ ആ വൈദ്യുതി ഏറ്റവും സൗജന്യമായിക്കൊണ്ട് അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പരമാവധി ഗുണമേന്മയുള്ള വൈദ്യുതി ലഭ്യമാക്കുക, അതേപോലെ തന്നെ കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും നിറവേറ്റിക്കൊണ്ട് അഥവാ അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എവിടൊക്കെയാണോ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംവിധാനമാണ് ശ്രീമൻ കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ആരോഗ്യ രംഗത്തും, അതേപോലെ തന്നെയാണ് തൊഴിൽ രംഗത്തും ഒക്കെ. ഇന്ന് നമ്മളൊന്ന് ആലോചിക്കുക, ഈ 150 കോടിയിൽ പരം വരുന്ന ജനങ്ങളില് ഏറ്റവും അധികം യുവാക്കളുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ന് ഈ ഇന്ത്യയിലെ യുവാക്കൾക്ക് തൊഴിൽ പ്രദാനം ചെയ്യാൻ ഉതകുന്ന കാര്യങ്ങൾ ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാൽ ഇന്ത്യ ലോകത്ത് ഒന്നാമതാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ, NDA സർക്കാർ എന്തുകൊണ്ടാണ് അതിനുള്ള നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാത്തത്? ഇവിടുത്തെ ജനങ്ങളുടെ മേന്മയായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ എന്തുകൊണ്ട് നല്ല തൊഴിൽ, നല്ല വെള്ളം, നല്ല യാത്രാ സൗകര്യം, വൈദ്യുതി, വിദ്യാഭ്യാസം എന്ന് വേണ്ട ഈ മേഖലകളൊക്കെ അല്ലേ അവർ പ്രവർത്തിക്കേണ്ടത്? അതിനൊക്കെ വേണ്ടുന്ന കാര്യങ്ങളായിരുന്നു അവർ ചെയ്തിരുന്നതെങ്കിൽ സമൂഹത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളൊന്നും പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ അവർക്ക് നേരിടേണ്ടി വരികയില്ലായിരുന്നു. അതായത് കഴിഞ്ഞ 5 അഥവാ 10 വർഷക്കാലത്തെ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് മുൻപിൽ വന്ന് വോട്ട് തേടാനുള്ള യാതൊന്നും ചെയ്യാതെ കണ്ട് പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി അവരുടെ അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോലും യാതൊരു പണവും നൽകാതെ അഥവാ അവിടെ കാര്യങ്ങൾ സംസാരിക്കുന്ന നേതാക്കന്മാരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടുകൊണ്ട് ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് ജനാധിപത്യ സംവിധാനം ഇത്തരത്തിൽ തുടരാമെന്നാണോ ധരിച്ചിരിക്കുന്നത് മിസ്റ്റർ മോഡി അഥവാ മിസ്റ്റർ അമിത്ഷാ? നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ കണ്ട ആഭ്യന്തര മന്ത്രി സർദാർ വല്ലഭഭായ് പട്ടേൽ, അദ്ദേഹം അറിയപ്പെടുന്നത് ഉരുക്കു മനുഷ്യൻ എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഉരുക്കു മനുഷ്യൻ എന്ന് വിളിക്കുന്നത്? ഇന്ത്യ എന്ന മഹാരാജ്യത്തോടൊപ്പം ചേരാൻ വില്ലംഘിച്ചു നിന്ന ആയിരക്കണക്കിന് വരുന്ന നാട്ടുരാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യം വില്ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചൊതുക്കി ഈ സഖ്യത്തോടൊപ്പം ആക്കും. അവിടെയാണ് ജനാധിപത്യ ഇന്ത്യയുടെ പ്രത്യേകത എന്നുള്ളത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങൾ ചെയ്തതുകൊണ്ടാണ് സർദാർ വല്ലഭഭായ് പട്ടേൽ എന്ന ആദ്യത്തെ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയെ നമ്മൾ ഉരുക്കു മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിലവിലെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ അമിത്ഷാ ഇന്ത്യ കണ്ടതിൽ വെച്ചും ഏറ്റവും വലിയ ഭീരുവായ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഭയമാണ് ഈ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിഷേധിച്ചുകൊണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട്, സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട്, ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതെല്ലാം നിഷേധിച്ചുകൊണ്ട് കേവലം ജാതിയും മതവും മാത്രം പറഞ്ഞ് അതിന്റെ പേരിൽ വോട്ട് നേടി തങ്ങൾ ഉദ്ദേശിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടുന്ന ഭരണം നിർവഹിക്കുന്ന ഏറ്റവും ഭീരുവായ ആഭ്യന്തരമന്ത്രിയാണ് ശ്രീമാൻ അമിത്ഷാ. അദ്ദേഹത്തെ പോലുള്ളവരെ ഒന്നും ഇനി ഇവിടെ വെച്ചു പൊറുപ്പിക്കേണ്ടതാകുന്ന ഒരു കാര്യവും നമ്മുടെ ഭാരതത്തിനില്ല, നമ്മുടെ ഒരു പൗരനുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും നന്നായിട്ട് തന്നെ കാര്യങ്ങളെ അപഗ്രഥിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിലവിലുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഉത്സവം ഏറ്റവും ഗംഭീരമാക്കണം. അവിടെ നമ്മുടെ മനസാക്ഷിയുടെ ആ വോട്ട് ശരിയായിട്ടും നിലവിലുള്ള NDAക്ക് എതിരായിട്ട് ഇന്ത്യ മുന്നണിക്ക് നൽകിക്കൊണ്ട് നമുക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കരുത്ത് കാണിക്കാം. തീർച്ചയായിട്ടും അതിനുള്ള അവസരമാണ് എല്ലാ ജനങ്ങൾക്കും നിലവിൽ ലഭിച്ചിട്ടുള്ളത്. അത്തരത്തില് എല്ലാവരുടെയും പ്രവർത്തനം ഉണ്ടാവണമെന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.